ആഗോള വ്യാപാര വ്യവസ്ഥയിൽ മനുഷ്യാവകാശങ്ങളും സാമ്പത്തിക താൽപ്പര്യങ്ങളും തമ്മിലുള്ള സംഘർഷം പുതിയതല്ല. എന്നാൽ നിർബന്ധിത തൊഴിലിലൂടെ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്കെതിരായ നടപടികളെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ വിവാദങ്ങൾ ഈ വിഷയത്തെ വീണ്ടും ആഗോളതലത്തിൽ ചർച്ചയാക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്ക് മേൽ പുതിയ താരിഫ് ചുമത്താൻ അമേരിക്കൻ വ്യാവസായിക പ്രതിനിധികൾ മുന്നോട്ട് വന്നത് ഈ സാഹചര്യത്തിലാണ്. എന്നാൽ ട്രംപിന്റെ ഈ നീക്കം ഇന്ത്യൻ വ്യവസായത്തെ എങ്ങനെ ബാധിക്കും? പരിശോധിക്കാം വിശദമായി. ഞാൻ അഞ്ജിത. നിർബന്ധിത തൊഴിലിലൂടെ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് തടയാൻ നടപടി എടുക്കുന്നില്ല എന്ന് കാണിച്ച് ഇന്ത്യ ഉൾപ്പെടെ 60 രാജ്യങ്ങൾക്കെതിരെ പുതിയ താരിഫ് ചുമത്താൻ പ്രമേയം മുന്നോട്ട് വെച്ച് US വ്യാവസായിക പ്രതിനിധികൾ. 1974 വ്യാപാര നിയമത്തിലെ സെക്ഷൻ 301B പ്രകാരമാണ് നടപടി സ്വീകരിച്ചത് എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യക്ക് പുറമെ ഓസ്ട്രേലിയ, ബഹ്റൈൻ, ബംഗ്ലാദേശ്, ചൈന, ജപ്പാൻ, കുവൈറ്റ്, സൗദി അറേബ്യ, സിംഗപ്പൂർ, ബ്രിട്ടൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങളും ഈ പട്ടികയിലുണ്ട്. നിർബന്ധിത തൊഴിലിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ ഇറക്കുമതി തടയുന്നതിൽ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളികൾ പരാജയപ്പെടുന്നത് അംഗീകരിക്കാനാവില്ല എന്നും ഇത് US തൊഴിലാളികളെ ആഗോളതലത്തിൽ അസന്തുലിതമായ മത്സരത്തിലേക്ക് തള്ളിയിടുന്നുവെന്നും US ട്രേഡ് റെപ്രസെന്റേറ്റീവ് അംബാസിഡർ ജാമിസൺ ഗ്രീർ പറഞ്ഞു. അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തിക അധികാര നിയമപ്രകാരം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകൾ സുപ്രീം കോടതി റദ്ദാക്കിയ ഫെബ്രുവരി 20 ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ 10% താൽക്കാലിക താരിഫ് ജൂലൈ 24 അവസാനിക്കുന്നതിന് മുന്നോടിയായാണ് ഈ പ്രഖ്യാപനം. അന്വേഷണത്തിന് വിധേയമായ സമ്പദ് വ്യവസ്ഥകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്താൻ USTR നിർദ്ദേശിക്കുകയും പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. നിർബന്ധിത തൊഴിൽ ഇറക്കുമതി നിരോധനം നടപ്പിലാക്കിയതോ നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമായതോ ആയ സമ്പദ് വ്യവസ്ഥകൾക്ക് 10% അധിക തീരുവയും മറ്റുള്ളവയ്ക്ക് 12.5% തീരുവയും ഏർപ്പെടുത്താനാണ് ഏജൻസി നിർദ്ദേശിക്കുന്നത്. മാർച്ച് 12 ഏജൻസി അന്വേഷണം ആരംഭിച്ചത്. പൊതുജന അഭിപ്രായ രൂപീകരണ പ്രക്രിയയിൽ ഏകദേശം 60 സാക്ഷികളുടെ മൊഴികളും 500ഓളം അഭിപ്രായങ്ങളും ലഭിച്ച ശേഷമാണ് തങ്ങൾ തീരുമാനത്തിൽ എത്തിയതെന്ന് USTR അറിയിച്ചു. ഇന്ത്യ-US സാമ്പത്തിക ബന്ധം നിർണായക സാഹചര്യത്തിൽ എത്തിയ സമയത്താണ് USന്റെ താരിഫ് നീക്കം. ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ്. വിപണി പ്രവേശനം, തീരുവകൾ, ഡിജിറ്റൽ വ്യാപാരം, കൃഷി എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങളിൽ ഇന്ത്യയുടെയും USന്റെയും ഉദ്യോഗസ്ഥർ കഴിഞ്ഞ മാസങ്ങളിൽ നിരവധി തവണ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ജൂലൈ 6 വരെയാണ് നിർദ്ദേശങ്ങളിൽ രേഖാമൂലമുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാൻ USTR സമയം നൽകിയിട്ടുള്ളത്. അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുൻപ് ജൂലൈ 7 പൊതു തെളിവെടുപ്പും നടത്തും. എന്താണ് ഇന്ത്യ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ? ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇരട്ട വെല്ലുവിളിയാണ് നേരിടേണ്ടി വരുന്നത്. ഒരു വശത്ത് മനുഷ്യാവകാശ സംരക്ഷണത്തിനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം, മറുവശത്ത് സ്വന്തം കയറ്റുമതി മേഖലയെ സംരക്ഷിക്കേണ്ട ആവശ്യം. ഈ സാഹചര്യത്തിൽ സപ്ലൈ ചെയിൻ നിരീക്ഷണം ശക്തമാക്കുകയും നിർബന്ധിത തൊഴിൽ ഇല്ലാത്ത ഉൽപാദന രീതികൾ ഉറപ്പാക്കുകയും ചെയ്യുന്നത് അനിവാര്യമാണ്. നിർബന്ധിത തൊഴിലിനെതിരെ ശക്തമായ ആഗോള നിലപാട് ആവശ്യമാണ്. എന്നാൽ അതിൻ്റെ പേരിൽ വ്യാപാര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ അത് രാഷ്ട്രീയവും സാമ്പത്തികവുമായ സമ്മർദ്ദ ഉപാധി ആകാതിരിക്കണം. ന്യായമായ വ്യാപാരവും മനുഷ്യാവകാശ സംരക്ഷണവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ ഉറപ്പാക്കുക മാത്രമാണ് ഈ പ്രശ്നത്തിന് ദീർഘകാല പരിഹാരം. അമേരിക്ക ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളികളിൽ ഒന്നായതിനാൽ പുതിയ താരിഫ് ചുമത്തൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും അവയുടെ മത്സരക്ഷമത കുറയ്ക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസ്, ലെതർ, ഹാൻഡിക്രാഫ്റ്റ്സ് തുടങ്ങിയ തൊഴിൽ ആശ്രിത മേഖലകൾക്ക് ഇത് വലിയ തിരിച്ചടിയാകാം. വിദേശ നാണ്യ വരുമാനത്തിലും ഇതിന്റെ പ്രതിഫലനം കാണാം. US വിപണിയിൽ നിന്നുള്ള ഓർഡറുകൾ കുറയുന്നതോടെ കയറ്റുമതി വരുമാനം താഴാൻ സാധ്യതയുണ്ട്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ തന്നെ ബാധിക്കാവുന്ന ഘടകമാണ്. തൊഴിൽ മേഖലയ്ക്ക് പ്രത്യാഘാതം ഉണ്ടാകും. കയറ്റുമതി കുറഞ്ഞാൽ ഉൽപാദനം കുറയും. അതിലൂടെ തൊഴിൽ അവസരങ്ങളും കുറയാം. ചെറിയതും ഇടത്തരം വ്യവസായങ്ങളുമാണ് ഇതിൽ കൂടുതൽ ബാധിതരാകാൻ സാധ്യത.